സമസ്തയും ലീഗ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ മറനീക്കി പുറത്തെത്തുന്നു. ഉമർ ഫൈസി മുക്കത്തെ രൂക്ഷമായി വിമർശിച്ച് ലീഗ് നേതാവ് ഷാഫി ചാലിയം. ഷാഫി ചാലിയത്തിനെതിരെ സമസ്ത നേതാക്കൾ രംഗത്ത്. വഹാബിസത്തിന്റെ അച്ചാരം വാങ്ങിയ ലീഗ് നേതാക്കൾ സമസ്ത വിഷയത്തിൽ ഇടപെടാൻ വരേണ്ടെന്നും താക്കീത്. ആദർശവിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന പ്രഖ്യാപനത്തിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അത്യധികം രൂക്ഷമായിട്ടാണ് സമസ്ത നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. ഇതിന് മറുപടി നൽകി സമസ്തയുടെ യുവജന വിഭാഗം നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ വിവാദം അതിശക്തമായി കത്തിപ്പടരുകയാണ്. ഷാഫി ചാലിയം നടത്തിയ പരാമർശങ്ങൾക്കെതിരെ അതിശക്ത വികാരമാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങളിൽ പോലും ഇപ്പോൾ രൂക്ഷമായി ഉയരുന്നത്. ഇടക്കാലത്ത് ലീഗ് സമസ്ത തർക്കം സമവായത്തിലെത്തിയിരുന്നുവെങ്കിലും സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായ യാത്രയോട് ലീഗ് നേതാക്കൾ ആത്മാർത്ഥമായി സഹകരിച്ചില്ല എന്ന വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് സാദിഖലി തങ്ങൾ പങ്കെടുത്തതുമില്ല. ഇതിനെ തുടർന്ന് എടവണ്ണപ്പാറയിൽ നടന്ന യോഗത്തിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം സാദിഖലി തങ്ങളെയും ഖാസി ഫൗണ്ടേഷനെയും പരോക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഷാഫി ചാലിയം സമസ്ത നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. ഇതോടെ സമസ്ത ലീഗ് തർക്കം മറനീക്കി പുറത്തെത്തുകയും ചെയ്തു. സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കത്തെ അതിരൂക്ഷമായാണ് ലീഗ് നേതാവ് ഷാഫി ചാലിയം കടന്നാക്രമിച്ചത്. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം നശിപ്പിക്കാൻ ഇടതുപക്ഷത്തിന്റെ തിട്ടൂരം വാങ്ങിയാണ് ഉമർ ഫൈസി പ്രവർത്തിക്കുന്നതെന്നും ഈ വിധത്തിൽ മുസ്ലിം ഐക്യം തകർക്കാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കില്ലെന്നുമാണ് ഷാഫി ചാലിയം അത്യന്തം പ്രകോപനമായി പ്രതികരിച്ചത്. ഉമർ ഫൈസി മുക്കത്തിന് സമസ്ത മുഷാവറയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്നും എടുത്ത് പുറത്തു കളയണമെന്നും അല്ലെങ്കിൽ ലീഗിലെയും സമസ്തയിലെയും അംഗങ്ങൾ ഏത് വിധത്തിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും ഷാഫി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതേസമയം താൻ പാണക്കാട് കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ചിട്ടില്ലെന്നും യഥാർത്ഥ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തതെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമർ ഫൈസി മുക്കം. ബാഫക്കി തങ്ങൾ മഹാനായ വ്യക്തിയാണെന്നും ആവിധം പൈതൃക മഹിമയെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നുമാണ് ഉമർ ഫൈസിയുടെ നിലപാട്. ഉമർ ഫൈസി മുക്കം വളരെയധികം സംയമനത്തോടെയാണ് പ്രതികരിച്ചതെങ്കിലും ലീഗ് നേതാവ് ഷാഫി ചാലിയത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന വിഭാഗമായ SYS നേതാക്കൾ ഉയർത്തിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, സലാഹുദ്ദീൻ ഫൈസി, സത്താർ പന്തല്ലൂർ തുടങ്ങിയ നേതാക്കൾ ഷാഫി ചാലിയത്തിനെതിരെയും മറ്റ് ലീഗ് നേതാക്കൾക്കെതിരെയും അതിശക്തമായ ആരോപണങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുകൂലവാദികളും വിരുദ്ധരും തമ്മിലുള്ള ഭിന്നതകൾ എത്രയധികം ശക്തമാണെന്ന് ഈ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലീഗ് നേതാവ് ഷാഫി ചാലിയത്തിന് സമസ്തയുടെ വിഷയങ്ങളിൽ ഇടപെടാൻ ഒരു അർഹതയുമില്ല. കാരണം ഷാഫി സുന്നി വിശ്വാസിയല്ല, മുജാഹിദ് വിശ്വാസിയും നേതാവുമാണ്. അത്തരമൊരാൾ സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് സമസ്തയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന വികാരമാണ് SYS നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. വഹാബിസത്തിന്റെ അച്ചാരം വാങ്ങി സമസ്തയെ പഠിപ്പിക്കാൻ വരണ്ടെന്നും മുഷാവറ എന്ത് തീരുമാനിക്കണമെന്ന് ഷാഫി ചാലിയം പറഞ്ഞു തരണ്ടെന്നുമാണ് സലാഹുദ്ദീൻ ഫൈസി തിരിച്ചടിച്ചത്. ലീഗ് ബന്ധം ഉപയോഗിച്ച് സുന്നികൾക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഷാഫി നടത്തുന്നതെന്നും അത് സുന്നി സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം. വഹാബികൾ ഏറെക്കാലമായി സുന്നികളുടെ പുരോഗതിയെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലീഗ് നേതാവ് എന്ന വിധത്തിൽ ഇപ്പോൾ സമസ്തയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ഷാഫി ചാലിയം ശ്രമിക്കുന്നത് അതുകൊണ്ടാണെന്നും സുന്നി സമൂഹം ഇത് അവജ്ഞയോടെ തള്ളിക്കളയുകയുമാണെന്നാണ് സമസ്ത നേതാക്കളെ പഠിപ്പിക്കാൻ വഹാബികൾ മിനക്കെടേണ്ടതും സമസ്ത യുവ നേതാവ് മുസ്തഫ മുണ്ടുപാറയും തുറന്നടിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റേത് രാഷ്ട്രീയ നിലപാടാണെന്നും സാമുദായിക വിഷയങ്ങളിൽ ലീഗ് നേതാക്കൾ ഇടപെടേണ്ടെന്നും അർത്ഥശങ്കയ്ക്കിട നൽകാതെയാണ് SYS നേതാവ് സത്താർ പന്തല്ലൂരും പ്രതികരിച്ചത്. ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള നീക്കം തുടർന്നാൽ അതേ വിധത്തിൽ ആശയപരമായി തിരിച്ചടിക്കുമെന്ന് ഷാഫി ചാലിയത്തിന് സത്താർ പന്തല്ലൂർ താക്കീത് നൽകിയിട്ടുമുണ്ട്. സുന്നി സാമുദായിക ശക്തിയെ തകർക്കാനുള്ള നീക്കമാണ് സുന്നികളല്ലാത്ത ലീഗ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം വളരെയധികം ഗൗരവമേറിയതാണ്. അതിന്റെ പ്രതിഫലനങ്ങൾ വരും നാളുകളിൽ ലീഗ് രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്.